ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയിൽ കാത്തിരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഹബക്കൂക്ക് 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. കാത്തിരിപ്പ് എന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. പലരും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനോട് ചോദിക്കുകയും പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ നിശ്ചലമായ ശബ്ദം കേൾക്കാൻ അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നില്ല. ഇക്കാരണത്താൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ എല്ലാ സംസാരവും സ്വയം ചെയ്യുകയും മറ്റേയാൾക്ക് സംസാരിക്കാൻ സമയം നൽകാതെ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്താൽ അവൻ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവന്റെ ഉപദേശത്തിന്റെ പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കില്ല. ബാലനായ ശാമുവേൽ കർത്താവിന്റെ കാൽക്കൽ കാത്തിരുന്നു. കർത്താവെ സംസാരിക്കൂ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് തന്റെ ഹൃദയം തുറന്ന് ശമൂവേലിനോട് സംസാരിച്ചു. അവൻ ബാലനായിരുന്നെങ്കിലും പോലും രാഷ്ട്രത്തെക്കുറിച്ചും മഹാപുരോഹിതനായ ഏലിയുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങളെക്കുറിച്ചും യഹോവ തുറന്ന് അവനോട് പറഞ്ഞു. കർത്താവിനെ കാത്തിരിക്കാനും അവന്റെ ശബ്ദം കേൾക്കാനും പഠിച്ചതിനാൽ അവൻ പിന്നീട് ഒരു വലിയ പ്രവാചകനായി ഉയർത്തപ്പെട്ടു. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് മോശയോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ രാവിലെ ഒരുങ്ങി നിൽക്കുക. രാവിലെ സീനായ് പർവ്വതത്തിൽ കയറി അവിടെ പർവ്വതത്തിന് മുകളിൽ നിന്നെ തന്നെ എനിക്ക് കാണിക്കുക എന്ന് പുറപ്പാട് 34-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ തീരുമാനിക്കുക. ദാവീദിന്റെ അനുഭവം എന്തായിരുന്നു? അവൻ പറഞ്ഞു, കർത്താവെ, രാവിലെ എന്റെ ശബ്ദം നീ കേൾക്കും. രാവിലെ ഞാനത് അങ്ങയിലേക്ക് നയിക്കും. ഞാൻ മുകളിലേക്ക് നോക്കും. ഇത് സങ്കീർത്തനം 5-ാം അധ്യായം 3-ാം വാക്യത്തിലും എന്റെ കണ്ണുകൾ എപ്പോഴും കർത്താവിങ്കിലേക്കാണെന്ന് സങ്കീർത്തനം 25-ാം അധ്യായം 15-ാം വാക്യത്തിലും ഞാൻ ദിവസം മുഴുവൻ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനം 25-ാം അധ്യായം 5-ാം വാക്യത്തിലും പറയുന്നു. കേവലം പ്രാർത്ഥിക്കാതെ പ്രാർത്ഥനയിൽ കാത്തിരിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ ലൂക്കോസ് 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെയെന്ന് സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 12-ാം വാക്യത്തിലും പറയപ്പെടുന്നു. കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയിലും കാണുന്നതിന്റെ പ്രതിഫലമാണിത്. അതിനാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത് വരെ ക്ഷമയോടെ പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി മന്ത്രിമാരുടെ വീട്ടിൽ കാത്തു നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തങ്ങളുടെ മക്കൾക്ക് മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എംപിമാരുടെയും എംഎൽഎമാരുടെയും ഓഫീസിൽ അനന്തമായി കാത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരക്കാരെ ആശ്രയിക്കുന്നത് നിർത്തുക. തിരുവെഴുത്തുകൾ പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനിൽ നിന്ന് നിങ്ങളെ തന്നെ വേർപെടുത്തുക. അത് എന്തിനു വേണ്ടിയാണെന്ന്? അത് യെശയ്യാവ് 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, കർത്താവിൽ മാത്രം കാത്തിരിക്കുക. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 65-ാം അധ്യായം 2-ാം വാക്യം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എഹെസ്കേൽ 42, 43, 44 അധ്യായങ്ങൾ. വൈകുന്നേരം 1 യോഹന്നാൻ 1-ാം അധ്യായം. ആമേൻ.